ജമ്മുകശ്മീരിൽ ആദ്യഘട്ട പോളിംഗ് തുടരുകയാണ്. 11 മണിവരെ 26.72% വോട്ട് രേഖപ്പെടുത്തി. ജമ്മുവിലെ 8 കശ്മീരിലെ 16 മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്തുന്നത്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ആദ്യഘട്ട പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? ഒരു പതിറ്റാണ്ടിന് ശേഷമുള്ള ജമ്മുകശ്മീർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. വിവരങ്ങൾ എന്താണ്? പുരോഗമിക്കുകയാണ്. 6 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെ അക്രമ സംഭവങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത സുരക്ഷാ വലയത്തിൽ ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ജമ്മുവിലെ 8 ഒപ്പം കശ്മീരിലെ 16 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇന്ന് ജനവിധി രേഖപ്പെടുത്തുന്നത്. കശ്മീരിൽ പ്രത്യേകിച്ച് ദക്ഷിണ കശ്മീരിലെ പുൽവാമയും ഷോപ്പിയാനും അനന്ത്നാഗും ഉൾപ്പെടുന്ന മേഖലയിലെ 16 മണ്ഡലങ്ങളാണ് ഇന്ന് ഇപ്പോൾ ജനവിധി രേഖപ്പെടുത്തുന്നത്. രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിൽ വലിയ ജനത്തിരക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് 2014 അതായത് മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം ഉയരും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുള്ളത്. 12 മണിവരെ മാത്രം 26% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിൽ 36% അല്ലെങ്കിൽ 40-നടുത്തേക്കോ പോളിംഗ് ശതമാനം എത്താനുള്ള സാധ്യതയാണുള്ളത്. കനത്ത സുരക്ഷാ വലയത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ജമ്മു കശ്മീരിൽ പ്രത്യേകിച്ച് ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ശക്തിയേറിയ വാശിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലങ്ങളിലുടനീളം നടന്നിരുന്നു. വിവിധ ദേശീയ നേതാക്കൾ BJP-യുടെയും കോൺഗ്രസിനെയും ഒപ്പം ജമ്മു കശ്മീരിൽ ശക്തമായിട്ടുള്ള പ്രാദേശിക പാർട്ടികൾ നാഷണൽ കോൺഫറൻസും PDP-യും ജമാഅത്തെ ഇസ്ലാമിയും ഒപ്പം റാഷിദ് MP-യുടെ പാർട്ടിയും ഇത്തവണ സ്വതന്ത്രരായും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ വാശിയേറിയ പ്രചാരണ പ്രവർത്തനങ്ങൾ ജമ്മു കശ്മീരിലുടനീളം നടക്കുന്നു. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന കശ്മീരിലെ 16 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അത് മുൻപ് PDP-യുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. മെഹബൂബ മുഫ്തി ഉൾപ്പെടെയുള്ള PDP-യുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. എന്നാൽ 2024 എത്തുമ്പോഴും ഒന്ന് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യം ചേർന്ന് മത്സരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ജമ്മു കശ്മീരിനും ഉദ്ധംപൂരിനും പുറമെ കശ്മീർ സെക്ടറിലും BJP-യുടെ ശക്തമായ സാന്നിധ്യവും PDP-യുടെ ആ ഒരു മേൽക്കോയ്മ ഈ മണ്ഡലങ്ങളിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം എഞ്ചിനീയർ റാഷിദ് MP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതൃത്വത്തിലുള്ള സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ തീവ്ര ഇസ്ലാമിക നിലപാടുകൾ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി നാഷണൽ കോൺഫറൻസിന്റെയും PDP-യുടെയും വോട്ടുകൾ ചോർത്താൻ തക്കമുള്ള പ്രചാരണം ജമാഅത്തെ ഇസ്ലാമിയും റാഷിദ് MP-യും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആർക്ക് മുൻകൈ നേടാൻ സാധിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്കാണ് ജമ്മു കാശ്മീർ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും കടന്നു പോകുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ 24 മണ്ഡലങ്ങൾ ഇന്ന് ജനവിധി രേഖപ്പെടുത്തുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-നും അവസാനഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ 1-നുമാണ്. ലക്ഷ്മി, ജിഷ്ണു, 11 മണിവരെ 27% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർമാർ എന്ന് പറയുമ്പോൾ നിർഭയം കശ്മീരി ജനത പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി ഏതാണ്ട് 40% എന്നുള്ള കണക്ക് കൃത്യമാകും എന്ന് തന്നെ അനുമാനിക്കണം. കാരണം ഇപ്പോൾ ജിഷ്ണു പറഞ്ഞ പോലെ പ്രചാരണ വേദികളിലൊക്കെ വലിയ ജനപങ്കാളിത്തമായിരുന്നല്ലോ കണ്ടത്. ലക്ഷ്മി, തീർച്ചയായും ഒരു വലിയ കാലത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു നിരവധി പതിറ്റാണ്ടുകൾക്ക് തന്നെ ശേഷമാണ് ജമ്മു കശ്മീരിലെ ജനത നിർഭയം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലും പങ്കാളികളാകുന്നത് എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കേണ്ടി വരും. നേരത്തെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പുമായും അല്ലാതെയും കശ്മീർ താഴ്വരയിലും ജമ്മു കാശ്മീരിലും റിപ്പോർട്ട് ചെയ്യുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കനത്ത സുരക്ഷാ വലയത്തിൽ നടക്കുകയും പൊതുജന പങ്കാളിത്തം വളരെ കുറവുമായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ജനപങ്കാളിത്തം കൊണ്ട് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും അത് സമ്മതിദാനം വിനിയോഗിക്കുന്ന കാര്യത്തിലും ജനപങ്കാളിത്തം വളരെയധികം കൂടുതലാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 11 മണിവരെയുള്ള കണക്ക് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്ക് പ്രകാരം 26% മുകളിലാണ് പോളിംഗ്. അതുകൊണ്ട് തന്നെ 1 മണിയിലേക്ക് എത്തുമ്പോൾ അത് 40% അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതിന്റെ കണക്കുകൾ അടുത്ത മണിക്കൂറുകളിലായിരിക്കും തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത്. വൈകിട്ട് 6 മണി വരെയാണ്, രാവിലെ 7 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് 6 മണിക്ക് മുൻപായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നും ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാണ് അല്ലെങ്കിൽ വളരെ കൃത്യമാണ് എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട്. 24 മണ്ഡലങ്ങളിലായി 3276 പോളിംഗ് ബൂത്തുകളാണ് ഇത്തവണ വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിട്ടുള്ളത്. ഏകദേശം 23 ലക്ഷത്തോളം ആളുകൾ ഈ ആദ്യഘട്ടത്തിൽ മാത്രം ജനവിധി രേഖപ്പെടുത്തുന്നുണ്ട്. BJPയും കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ഒപ്പം PDPയും ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണം നടന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ജമ്മുവിലെ 8ഉം കശ്മീരിലെ 16 മണ്ഡലങ്ങൾ, ആകെ 24 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത്. ശരി, ലക്ഷ്മി. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.